ഒരു സമചതുരത്തിന്റെ ചുറ്റളവിനെയും വിസ്തീർണത്തെയും സൂചിപ്പിക്കുന്ന സംഖ്യ ഏത്? സമചതുരം എന്ന് പറഞ്ഞാൽ സ്ക്വയർ, ചുറ്റളവ് പെരിമീറ്റർ, വിസ്തീർണം ഏരിയ. അപ്പം നമുക്ക് ഒരു സമചതുരത്തിന് ചുറ്റളവ് എന്ന് പറയുന്നുണ്ട്. സമചതുരത്തിന് ചുറ്റളവ് 4 ഇൻറ്റു വശം, 4a എന്നെടുക്കാം. എ എന്ന് പറഞ്ഞാൽ വശം. പിന്നെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ വശത്തിൻ്റെ സ്ക്വയറാണ്, വശത്തിൻ്റെ വർഗ്ഗം. അപ്പോൾ a സ്ക്വയർ എന്ന് എഴുതാം. ഇനി എന്താ പറയണത്? സമചതുരത്തിന്റെ ചുറ്റളവിനെയും വിസ്തീർണത്തെയും സൂചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചുറ്റളവും വിസ്തീർണവും തുല്യമാണ്. അതായത് നമുക്ക് എന്താ എഴുതാം? ചുറ്റളവ് എത്ര? 4a സമം വിസ്തീർണം എത്ര? a സ്ക്വയർ. 4a സമം a സ്ക്വയർ. 4a സമം a സ്ക്വയർ നമുക്ക് a ഇൻറ്റു a എന്ന് പിരിച്ചെഴുതാം. ഇതൊരു സമവാക്യമാണ്. നമുക്ക് ഇരുവശത്തും a വെട്ടിക്കളഞ്ഞാൽ എയുടെ വില കിട്ടി 4. അതായത് സമചതുരത്തിന്റെ ഒരു വശം കിട്ടി 4. ചോദ്യം എന്താ? സമചതുരത്തിന്റെ ചുറ്റളവിനെയും വിസ്തീർണത്തെയും സൂചിപ്പിക്കുന്ന സംഖ്യ. അപ്പം ഇനി ഇത് വശം കിട്ടി, ഇനി ചുറ്റളവ് കാണുക. ചുറ്റളവ് കാണാൻ വശത്തെ 4 കൊണ്ട് കുടിക്കുക, എത്ര വരും? 4 4 16. പിന്നെ വിസ്തീർണവും കാണണം. വിസ്തീർണം കാണാൻ വശത്തിൻ്റെ വർഗ്ഗമാണ്. വശം 4 അല്ലേ, 4 സ്ക്വയർ 16 ഉണ്ട്. ഇപ്പോൾ നോക്കൂ, ചുറ്റളവ് എത്ര? 16. വിസ്തീർണം എത്ര? 16. അപ്പോൾ സമചതുരത്തിന്റെ ചുറ്റളവിനെയും വിസ്തീർണത്തെയും സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാണ്? ഉത്തരം 16.